നമ്മളീ നടത്തുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണപാനീയ മൈഥുനാദികളിൽ നിന്ന് മാറിക്കലല്ല ഇമാമുൽ ഗസാലി പറയണ നോമ്പ്. നേരെ മറിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും ഹറാമിൽ നിന്ന് മാറ്റി നിർത്താനാണ്. അപ്പോഴേ ഇംസാക്ക് എന്നുള്ള സൗമിന്റെ അർത്ഥം കണ്ട് ഫലപ്രദമുള്ളൂ. ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുക. ആ ഒരു നോമ്പിന്റെ നിർവചനം അനുസരിച്ച് നമ്മളൊരു ഹറാമ് കണ്ട കണ്ണിന്റെ നോമ്പ് മുറിഞ്ഞ്, നമ്മളൊരു ഹറാമ് സംസാരിച്ചാൽ നമ്മുടെ നാക്കിന്റെ വായയുടെ നോമ്പ് പൊട്ടിപ്പോയി. ഒരു ഹറാമ് കേട്ടാലോ നമ്മുടെ ചെവിയുടെ നോമ്പും പോയി. സൂറത്തുൽ അൽ ഇസ്രാഇന്റെ 36-ാമത്തെ വാക്യം മറക്കരുത്. ഇന്നസം അവൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ ഓരോ പാർട്ടിനെയും കുറിച്ച് ചോദ്യം ചെയ്യും. എന്നിട്ട് ഈ ശരീരഭാഗങ്ങളാണല്ലോ വിശദീകരിക്കുക. സൂറത്ത് യാസീനിന്റെ 65-ാമത്തെ ആയത്ത് നമ്മൾ പലപ്പോഴും ഓതുന്നതാ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീല വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകൾ അതിന് സാക്ഷി നിൽക്കും. ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്തരം മനുഷ്യന്മാര്, പാവപ്പെട്ടവന്മാര്, ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ച അന്തം വിട്ടവര് ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അവരിങ്ങനെ പരസ്പരം പറയും. വേറെ ആളുകളോടല്ല, സ്വന്തം ശരീരത്തോട് ചോദിക്കും. എന്തിനാ അലിമ ഷുഹിത്തും അലൈന, നമുക്ക് പ്രതികൂലമായി നിങ്ങൾ എന്തിനാ സാക്ഷി നിന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പൊ നരകത്ത് പോണ്ടി വന്നത്. കൈ സംസാരിച്ചത് എന്തിനാ? കാല് സാക്ഷ്യം വഹിച്ചത് എന്തിനാ? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഉള്ളതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്തിനാ? അതുകൊണ്ടല്ല ഇപ്പൊ നമ്മൾ നരകത്ത് പോയത് എന്ന് ചോദിക്കും. അസമയം ശരീരഭാഗങ്ങൾ പ്രതികരിക്കുക അത്രേ. എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കള്ളസാക്ഷ്യം പറയാൻ പറ്റുമോ റബ്ബിന്റെ കോടതിയിൽ? നടക്കൂലല്ലോ. അപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും പടച്ച റബ്ബ് പ്രത്യേകമായി ചോദ്യം ചെയ്യും.